ആദ്യം തന്നെ ചലച്ചിത്രമേളയുടെ വിശേഷങ്ങളിലേക്കാണ്. 20ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സമാപനം ഇന്ന് കുറിച്ചിരിക്കുന്നു. ആ സമാപനത്തിൽ മലയാള സിനിമയ്ക്ക് ഏറെ അഭിമാനം പകരുന്ന പുരസ്കാരങ്ങൾ സ്വന്തമാക്കി ജയരാജ് സംവിധാനം ചെയ്ത ഒറ്റാൽ. സുവർണ്ണ ചകോരം ഒറ്റാൽ സ്വന്തമാക്കി. ഒപ്പം തന്നെ ജനപ്രിയ ചിത്രത്തിലുള്ള പുരസ്കാരം, നെറ്റ് പാക്, ഫിപ്രസി പുരസ്കാരങ്ങളും ഒറ്റാൽ സ്വന്തമാക്കി. 70 ദിവസത്തെ കളി എന്ന ചിത്രത്തിലൂടെ സനൽകുമാർ ശശിധരനും ഈ മേളയിൽ ശ്രദ്ധിക്കപ്പെട്ടു. മലയാളത്തിന് ചലച്ചിത്രമേളയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അഭിമാനാർഹമായ നേട്ടങ്ങളാണ് ഈ 20ാമത്തെ ചലച്ചിത്രമേളയിൽ മലയാള ചിത്രങ്ങൾ സ്വന്തമാക്കിയത്. പ്രത്യേകിച്ചും ജയരാജ് സംവിധാനം ചെയ്ത ഒറ്റാൽ ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി. ആ നേട്ടത്തിന്റെ കരുത്തിലാണ് ഒറ്റാൽ ചലച്ചിത്രമേളയിലേക്ക് എത്തിയത്. ജനപ്രിയ ചിത്രത്തിനൊപ്പം തന്നെ മികച്ച പുരസ്കാരങ്ങൾ സ്വന്തമാക്കി. 4 പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയാണ് ജയരാജിന്റെ ഒറ്റാൽ ഈ ചലച്ചിത്രമേളയുടെ സിനിമയായി മാറുന്നത്. വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയ സംവിധായകൻ ശ്രീ ജയരാജിനൊപ്പം ഞങ്ങളുടെ പ്രതിനിധി ജിഷയുണ്ട്. ജിഷ, ചോദിക്കാം, നേട്ടങ്ങളുടെ ആഘോഷത്തിൽ നിൽക്കുന്ന ജയരാജിനോട്. തീർച്ചയായും 20ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ 4 പുരസ്കാരങ്ങളാണ് ഒറ്റാൽ നേടിയിരിക്കുന്നത്. സുവർണ്ണ ചകോരം, നെറ്റ് പാക്, ഫിപ്രസി പുരസ്കാരങ്ങൾ ഉൾപ്പെടെ 4 പുരസ്കാരങ്ങളാണ് ഒറ്റാൽ നേടിയിരിക്കുന്നത്. ഒറ്റാലിന്റെ സംവിധായകൻ ശ്രീ ജയരാജ് നമ്മോടൊപ്പം ചേരുകയാണ്. ജയരാജ്, എങ്ങനെ തോന്നുന്നു ഈ ഒരു നിമിഷം? കാരണം മലയാള സിനിമയ്ക്ക് ഒരു സുവർണ്ണ ചകോരം താങ്കളുടെ ചിത്രം ഒറ്റാലിലൂടെ നേടാൻ സാധിച്ചു. ഇതൊരു അവിസ്മരണീയമായ മുഹൂർത്തം എന്ന് വേണം പറയാൻ. കാരണം ഒരു സിനിമാ സംവിധായകന്റെ ജീവിതത്തിലും ഇതുപോലൊരു മുഹൂർത്തം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയും അവാർഡുകൾ ഒന്നിച്ച് കിട്ടുക, അതുപോലെ തന്നെ 20 വർഷത്തിന് ശേഷം മലയാള സിനിമയിൽ ആദ്യമായിട്ട് ഒരു സിനിമയ്ക്ക് അംഗീകാരം കിട്ടുക. എനിക്ക് തോന്നുന്നത് ആ സിനിമയുടെ പ്രമേയപരമായ ഉത്തരവാദിത്തം ഒരുപക്ഷെ ഈ ലോകത്തിനോട് മുഴുവൻ നമുക്ക് പറയാനുള്ള ബാലവേല എന്നേക്കുമായിട്ട് തുടച്ചു നീക്കുന്നതാണെന്ന് നമുക്ക് പറയാനുള്ള നമ്മളുടെ ആത്മാർത്ഥമായ ശ്രമം, അതിൻ്റെ ഒരു ഒരു പൂർണ്ണമായ വിജയം തന്നെയായിരിക്കും ഇത്രയും കൂടുതൽ അംഗീകാരം കിട്ടിയതെന്നാണ് എൻ്റെ വിശ്വാസം. ദേശീയ പുരസ്കാരങ്ങൾ നേടിയ ഒരു ചിത്രം കൂടിയായിരുന്നു ഒറ്റാൽ. അതുപോലെ തന്നെ ആ ഒരു സന്തോഷം നമ്മുടെ കേരളക്കരയിൽ നിന്നും മികച്ച പുരസ്കാരങ്ങൾ നേടിയപ്പോൾ തോന്നിയില്ല? ഇത് ദേശീയ പുരസ്കാരത്തിൻ്റെ സമയത്ത് കുറേ അധികം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു. പക്ഷേ നമ്മൾ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഒരു പരിസ്ഥിതി ചിത്രമായി മാത്രം കാണേണ്ട സിനിമയല്ല എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇപ്പോൾ അത് പൂർണ്ണമായ അർത്ഥത്തിൽ അന്ന് ആ അംഗീകാരം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഈ സിനിമയ്ക്ക് അർഹിക്കുന്ന വിജയം വരാനിരിക്കുന്നേ ഉള്ളൂ. അന്ന് ഒരുപക്ഷെ ഓർമ്മയുണ്ടെങ്കിൽ അറിയാം. അത് അർഹിക്കുന്ന വിജയം ഇന്ന് കിട്ടിയെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വ്യക്തിപരമായ വിജയമായിട്ടല്ല ഞാൻ അതിനെ കാണുന്നത്. ഈ സിനിമയുടെ ഈ വിജയം, ഇത്രയും വലിയ ഒരു അഭിമാനപൂർവമായിട്ടുള്ള വളർച്ച ആ പ്രമേയത്തിൻ്റെ മാത്രമാണ്. അതുപോലെ വാസവൻ ചേട്ടനെ പോലെയും അശ്വന്തിനെ പോലെയുള്ള ഏറ്റവും പുതിയ ജീവിതത്തിൽ നിന്നും നമ്മൾ കണ്ടെത്തിയ കലാകാരന്മാർ അഭിനയിച്ചതിൻ്റെ ഒരു നൈർമല്യം അല്ലെങ്കിൽ അതിൻ്റെ സ്നിഗ്ധതയൊക്കെ തന്നെയാണ് ഈ സിനിമയുടെ വിജയം എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒരു സിനിമ നിർമ്മിക്കാൻ സെവൻ ആർട്സ് മോഹൻ എൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെടുന്നു. കാരണം എന്നിലുള്ള വിശ്വാസം മാത്രമാണ്. കാരണം വേറൊരു തരത്തിലുള്ള മുൻവിധികളും ഇല്ലാതെ സിനിമയെ ഞങ്ങൾ സമീപിച്ചത്. പക്ഷേ ഇത് അൺബിലീവബിൾ. കാരണം നമുക്ക് ഒരിക്കലും ഇങ്ങനൊരു ഇത്രയും അവാർഡുകൾ കിട്ടുമെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം നമ്മളെ സ്വപ്നത്തിൽ പോലും നമ്മളുടെ മനസ്സിലില്ല അത്. പിന്നെ പൂർണ്ണമായും ഞാൻ എൻ്റെ അമ്മയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ ഞാനിത് സമർപ്പിക്കുകയാണ്. കാരണം ഈ അടുത്ത കാലത്ത് അമ്മ എനിക്ക് നഷ്ടപ്പെട്ടത്. ഈ സിനിമയുടെ ഒറ്റാലിൻ്റെ എല്ലാ അവാർഡുകളും ഞാൻ അമ്മയുടെ കയ്യിലാണ് കൊണ്ട് കൊടുക്കാറുണ്ടായിരുന്നു. ഈ സിനിമ കാണുകയും ചെയ്തു അമ്മ. പക്ഷേ കുറച്ച് ദിവസം കൂടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒറ്റാൽ മികച്ച വേഷം ചെയ്ത ശ്രീ കുമരകം വാസുദേവൻ നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെ തോന്നുന്നു പ്രത്യേക പരാമർശം ഈ 20ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ നേടാൻ സാധിച്ചു? എനിക്ക് ഇത് വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഒരു സിനിമയിൽ അഭിനയിച്ച പാർട്ടിയോ സിനിമ നടനും അല്ല. എനിക്ക് നല്ലപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കാമെന്ന് ചോദിച്ച് എനിക്കറിയാൻ വേണമെന്ന് പറഞ്ഞെങ്കിലും എന്നോട് കൂട്ടത്തിൽ പോരാൻ പറഞ്ഞ് എന്നെ ജയരാജ് സാറ് വിളിച്ചുകൊണ്ട് പോയി ഓരോ കാര്യങ്ങൾ പറഞ്ഞു വന്ന് നമ്മളതിനെപ്പറ്റി അഭിനയിക്കുവാന്നും പറഞ്ഞൊക്കെ ചെയ്ത് ഞാനത് അഭിനയിച്ച് കാണിച്ച് വളരെ ഭംഗിയായിട്ട് എനിക്ക് ചെയ്യാവുന്നതും ബാക്കി എൻ്റെ ദൈവം തമ്പുരാനെ മുന്നിൽ നിർത്തിക്കൊണ്ടും കാര്യങ്ങൾ ചെയ്ത് ഭംഗിയാക്കിയെടുത്ത് അതിപ്പോൾ ഇത് കിട്ടുക എന്ന് പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒരു ഭയങ്കര നേട്ടമായ ഒരു കാര്യമായത്. പിന്നെ നമ്മൾ ഈ പടം നല്ലപ്പോൾ അഭിനയിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയാവുന്ന പരിശ്രമം ഞാൻ എടുത്തു നോക്കി. എങ്ങനെയെങ്കിലും നന്നായി വരണം, 4 പേര് അറിഞ്ഞു ഇരിക്കണം എന്നെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇങ്ങനെ അവാർഡ് കിട്ടുമെന്നോ അല്ല ഇങ്ങനെയൊന്നും ചെല്ലുമെന്നോ ഒന്നും എനിക്കറിയത്തില്ല. ഇപ്പോൾ സാറ് തന്നെ പറഞ്ഞ് 3-4 അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞു. അത് തന്നെ ഒരു സന്തോഷമല്ലേ. എനിക്കിപ്പോഴും പറയാം, ആരോടെങ്കിലും പറയാം, ഞാൻ ഒരു പടത്തിലെ അഭിനയിച്ചതിന് ഇത്രയും അവാർഡെങ്കിലും എനിക്ക് കിട്ടിയല്ലോ എങ്കിലും പറയാം.
അത് മേടിച്ച് തന്നത് എൻ്റെ സാറാണ്, ദൈവം തമ്പുരാനുമാണ്. അതിന് അവരോട് നന്ദി പറയുന്നത് ഇത്രയേ പറയാനുള്ളൂ. പക്ഷേ ഇപ്പോ ഈ ഒറ്റ സിനിമ കൊണ്ട് തന്നെ സ്റ്റാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഏതെങ്കിലും സിനിമയിൽ നിന്ന് വേറെ ഓഫറുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഓവറൊന്നും വന്നില്ല. ഇനിയിപ്പോൾ ഓരോരുത്തരും വിളിക്കുമല്ലേ, നമ്മൾ വിളിക്കും പോകാൻ നിൽക്കുമല്ലേ. അതിനിപ്പോൾ ഓരോരുത്തർ പറയും, അന്നേരം നമുക്ക് പോവാം. അത് ആര് ചോദിച്ചാലും പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആകാവുന്ന പണിയേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുമുണ്ട്. ആകെ ചെയ്യും. എങ്ങനെയുണ്ട് ഈ ഒരു പുരസ്കാരമൊക്കെ നേടിയിട്ട് ഈ വലിയൊരു സദസ്സിന് മുന്നിലും ഇത്ര വലിയ ആൾക്കാർ മുന്നിലൊക്കെ വന്നിരുന്നപ്പോ എങ്ങനെ തോന്നുന്നു? സ്കൂളിലെ കുട്ടികളൊക്കെ എന്ത് പറഞ്ഞു? കുട്ടികളൊക്കെ നല്ല പറഞ്ഞേ. ഇവിടെ എത്തിയപ്പോ എനിക്ക് അതൊരു പേടി, സ്റ്റേജിൽ കയറുമ്പോ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ അത് കുറച്ച് കുറഞ്ഞു. ഇപ്പൊ കുറവുണ്ട്. പിന്നെ ഇത് സിനിമക്ക് കിട്ടുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒരിക്കലും വിചാരിച്ചില്ല ഇതൊക്കെ കിട്ടുമെന്ന്. തീർച്ചയായും ഒറ്റാൽ എന്ന ചിത്രത്തിന് 20ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ഒരു അംഗീകാരം തന്നെയാണ് നേടാനായത്. മലയാള ചിത്രത്തിന് രജത ചകോരം, സുവർണ ചകോരം പുരസ്കാരം ഒറ്റാലിലൂടെ നേടാൻ സാധിച്ചു. ദിവി.